നമുക്കിന്ന് പത്രവിശേഷങ്ങളിലേക്ക് കടക്കാം. തീർച്ചയായും ഒരുപാട് പത്രങ്ങൾ നമ്മൾ നിരത്തി വെച്ചിട്ടുണ്ട്. നമ്മൾ ഇന്ന് മനോരമ, മാധ്യമം, മാതൃഭൂമി, ദേശാഭിമാനി, ദ ഹിന്ദു, ടൈംസ് ഓഫ് ഇന്ത്യ, ചന്ദ്രിക പത്രം ഇന്ന് സാധാരണ വരുന്നതാ, ഇന്ന് വന്നിട്ടില്ല. മലയാളത്തിനായാലും ഇംഗ്ലീഷിനായാലും ഒരു കുറവ് വേണ്ട. അപ്പൊ നമുക്ക് തുടങ്ങാം. നമുക്ക് മനോരമയിൽ തന്നെ തുടങ്ങിയല്ലോ. മനോരമയിൽ തുടങ്ങാം. മനോരമയിലെ ലീഡ് വാർത്ത നമുക്കൊന്ന് നോക്കാം. മാതൃഭൂമി കയ്യിൽ വെച്ചു. അപ്പോൾ നമ്മൾ തുടങ്ങുന്നത്, നമ്മൾ ഇന്നലെ പുറത്തുവിട്ടൊരു വാർത്തയുണ്ട് സാനിയുടെ. അതായത് വളാഞ്ചേരിയിൽ ലഹരി ഉപയോഗത്തിലൂടെ സിറിഞ്ച് വഴി ലഹരി കൈമാറ്റം ചെയ്ത 10 പേർക്ക് HIV ബാധയെന്ന് ഞെട്ടിക്കുന്ന ഒരു വാർത്തയുണ്ടായിരുന്നു. ആ വാർത്തയിലാണ് നമ്മൾ ഇന്നലെ പ്രഭാത വാർത്ത തുടങ്ങിയത് തന്നെ. ആ വാർത്ത ഇന്ന് വലിയ പ്രാധാന്യത്തോടു കൂടി തന്നെ മനോരമയും മറ്റെല്ലാ പത്രങ്ങളും ക്യാരി ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. മാതൃഭൂമിയിലും ആദ്യത്തെ പേജിലുണ്ട്. ഉണ്ടോ ആ വാർത്ത? മാതൃഭൂമിയിൽ ആദ്യത്തെ പേജിലില്ല. ഇല്ല, ആദ്യത്തെ പേജിലില്ല. പക്ഷേ അത് ഏറെ ഗൗരവപ്പെട്ട ഒരു വാർത്ത തന്നെയായിരുന്നു. അതെ, മലയാള മനോരമ അതിന്റെ തലക്കെട്ട് കൊടുത്തിരിക്കുന്നത് ലഹരി സിറിഞ്ച് 10 പേർക്ക് HIV, മരണദൂതുമായി ലഹരി ഉപയോഗം എന്ന തലക്കെട്ടാണ് മലയാള മനോരമ കൊടുത്തിരിക്കുന്നത്. 6 അതിഥി തൊഴിലാളികൾ, 4 മലയാളികൾ കണ്ടെത്തിയത് തവനൂർ ജയിലിലെ പരിശോധനയിലാണ് എന്നാണ് പത്രം പറയുന്നത്. ഒരേ സിറിഞ്ച് ഉപയോഗിച്ച് ലഹരി കുത്തിവെച്ച സംഘത്തിലെ 10 യുവാക്കൾക്ക് HIV സ്ഥിരീകരിച്ചു. ഇതാണ് വാർത്ത. വളാഞ്ചേരി കേന്ദ്രീകരിച്ചുള്ള സംഘത്തിലാണ് എയ്ഡ്സ് പടർന്നത്. 6 പേർ അതിഥി തൊഴിലാളികളും 4 പേർ മലയാളികളുമാണ്. എല്ലാവരും ആരോഗ്യവകുപ്പിന്റെ നിരീക്ഷണത്തിലുമാണ്. അപ്പോൾ ഈ വാർത്തയുടെ പ്രാധാന്യം എന്ന് പറയുന്നത്, ഇപ്പൊ 2 മാസം കൊണ്ട് 10 പേരെ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ ഇവരിൽ നിന്ന് എത്ര പേർക്ക് കിട്ടിയിട്ടുണ്ടാവും? അതാണ്, ഇവരിൽ പലർക്കും പങ്കാളികളുണ്ട്. സാനിയോ ഇന്നലെ അത് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത് ഇനി വരുന്ന പരിശോധനകളിലൊക്കെ. മാത്രമല്ല, ഇവർക്ക് ആ രീതിയിൽ അച്ചടക്കം ഉണ്ടാവാനുള്ള സാധ്യതയും ഇല്ല, ലഹരി ഉപയോഗിക്കുന്നവരുമാണ്. അപ്പൊ ബ്രൗൺ ഷുഗർ കുത്തിവെക്കാനാണ് സംഘം പ്രധാനമായും സിറിഞ്ച് പങ്കിട്ടത് എന്നാണ് ആരോഗ്യ പ്രവർത്തകർ പറയുന്നത്. മറ്റു ചില രാസലഹരികളും കുത്തിവെച്ചിട്ടുണ്ട്. ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത ഇന്ന് അഷ്കർ മലപ്പുറത്ത് നിന്ന് ബ്രേക്ക് ചെയ്യുന്നു. വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകർ കാത്തിരിക്കണം. വളാഞ്ചേരിയിലെ ഒരു വലിയ ലഹരി സംഘത്തെ നമ്മൾ വലയിലാക്കിയിട്ടുണ്ട്. ആ വാർത്ത ദൃശ്യസഹിതം ഇന്നലെ നമ്മൾ നടത്തിയ ഒരു വലിയ ഓപ്പറേഷൻ ആയിരുന്നു. നമ്മൾ പ്രേക്ഷകർക്ക് ഉറപ്പ് നൽകിയതാണ്, ഇതിന്റെ അറ്റം കണ്ടിട്ട് നമ്മൾ പോകുന്നു. അപ്പം നമ്മൾ റിപ്പോർട്ടർമാർ തന്നെ നേരിട്ട് രംഗത്തിറങ്ങി ഇവരെ കൈയോടെ പൊക്കാനുള്ള ശ്രമം ആരംഭിച്ചിട്ടുണ്ട്. വളാഞ്ചേരിയിൽ നിന്ന് വളരെ ബ്രേക്കിംഗ് ആയിട്ടുള്ള വാർത്ത അല്പസമയത്തുള്ളിൽ പ്രേക്ഷകർക്ക് ലഭിക്കും. അത് ഞെട്ടിക്കുന്ന വാർത്തയായി പോയി. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയുള്ളത്, റോഷി ചിത്രം അല്ലേ, അതിലേക്കാണോ വരുന്നത്? ലഹരിയാണ്. ആ മുഖ്യമന്ത്രിയുടെ ചിത്രം മനോഹരമായ ഒരു ചിത്രമാണ്. അത് ആരാണെന്നറിയാമോ? നിൽക്കുന്നത് അവ്യക്ത് എന്ന് പറയുന്ന ഒരു കുട്ടിയാണ്. ആ അവ്യക്തിനെ ഒരുപക്ഷെ റോഷി ഓർമ്മിക്കുന്നുണ്ടാവും. ആ സമയത്ത് ഈ മണ്ണിൽ ചെളിയിൽ പുതഞ്ഞു കിടന്ന അവ്യക്തിന്റെ ഉള്ളിൽ പോലും ചെളിയൊക്കെ ഉണ്ടായിരുന്നു. ആൾക്കാർ പോലും തിരിച്ചറിഞ്ഞില്ല അവ്യക്തിനെ. കുറേ നാൾ ആശുപത്രിയിൽ കിടന്ന് ഒരുപാട് നാൾ ബുദ്ധിമുട്ടിയതിനു ശേഷമാണ് അവ്യക്തി ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത്. ഒടുവിൽ അവ്യക്ത് ഈ സംഘാടകരെടുത്ത് ഇങ്ങനെ ഒരു പരിപാടിക്ക് മുഖ്യമന്ത്രി വരുന്നു എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, മുഖ്യമന്ത്രി ഒന്ന് കാണും. അങ്ങനെ സംഘാടകര് മുഖ്യമന്ത്രി അവിടെ കൊണ്ടെത്തിച്ചു. ആ തലക്കെട്ട് കൊടുത്തിരിക്കുന്നത് കരുത്താകണം പുതുജീവനം എന്ന ഒരു അടിക്കുറിപ്പോട് കൂടിയാണ് ദിനചിത്രം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. 8 മാസം മുൻപുള്ള ദുരന്ത രാത്രിയിൽ ചെളിയിൽ പുതഞ്ഞ് അതീവ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലെത്തിയ കുട്ടിയാണ് ചൂരൽമല സ്വദേശി അവ്യക്ത്. ആന്തരാവയവങ്ങളിൽ വരെ ചെളിയും വെള്ളവും കയറി ചികിത്സയിലായിരുന്ന അവ്യക്തിനെ ദിവസങ്ങൾക്ക് ശേഷമാണ് കുടുംബാംഗങ്ങൾ പോലും തിരിച്ചറിഞ്ഞത്. ഇന്നലെ കൽപ്പറ്റ എസ്റ്റേറ്റിൽ ടൗൺഷിപ്പ് തറക്കല്ലിൽ നടന്ന ചടങ്ങിൽ അമ്മ രമ്യക്കൊപ്പം അവ്യക്തമെത്തി മുഖ്യമന്ത്രി പിണറായി വിജയനെ കാണണമെന്ന് പറഞ്ഞപ്പോൾ കാണുകയായിരുന്നു. ആ ദൃശ്യമാണ് കാണുന്നത്. ഇത് മുഖ്യമന്ത്രി പ്രസംഗത്തിൽ പറഞ്ഞു. പ്രസംഗത്തിൽ അവ്യക്തിനെ കുറിച്ച് പറഞ്ഞു, ചെളിയിൽ പുതഞ്ഞു കിടന്നൊരു കുട്ടിയാണ് എന്നെ കാണാൻ വന്നത് എന്ന് പ്രസംഗത്തിൽ പറഞ്ഞു. മാത്രമല്ല, നമുക്ക് ആ പത്രം എടുത്തു നോക്കുമ്പോൾ തന്നെ പെട്ടെന്ന് നമ്മുടെ ഒരു അട്രാക്ഷൻ ആ ഫോട്ടോയിലേക്ക് പോകും. കാരണം നമ്മളെയൊക്കെ വൈകാരികമായി ചിന്തിപ്പിക്കുന്ന ഒരു ഫോട്ടോയാണ്. അതായത് മിനിസ്റ്റർ രാജനുണ്ട്. അപ്പം മുഖ്യമന്ത്രി ഗൗരവമായിട്ട് എന്തോ പറയുന്നുണ്ട് അവ്യക്തിനോട്. തിരിച്ചു വന്നു അല്ലേ, മിടുക്കൻ, പഠിക്കണം എന്നൊക്കെ ആയിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. മറ്റൊരു പ്രധാന വാർത്തയുള്ളത്, റോഷി എന്നാ സ്കൂളിൽ ചേർന്നത്? 1ാം ക്ലാസ്സിൽ ചേർന്ന് ഓർമ്മയുണ്ടോ? വർഷമല്ല, പ്രായം 6ാമത്തെ വയസ്സിൽ. പക്ഷെ പലരും 5ാമത്തെ വയസ്സിൽ. ഞാനൊക്കെ 5ാമത്തെ വയസ്സിൽ ചേർന്നത്. ചിലർ, എന്റെ അനിയനൊക്കെ അങ്ങനെയാണ്, 5ാമത്തെ വയസ്സിൽ. പക്ഷെ 5ാമത്തെ വയസ്സിൽ ചേരുന്നത് അവസാനിപ്പിക്കുകയാണ്. സ്കൂൾ പ്രവേശനം കേന്ദ്രത്തിന് വഴങ്ങി കേരളം. 1ാം ക്ലാസ്സിൽ ചേരാൻ 6 വയസ്സ് എന്ന വാർത്ത കൂടി മനോരമ ആദ്യ പേജിൽ കൊടുക്കുന്നു. പ്രാബല്യത്തിലാകുക 2026-27 അധ്യയന വർഷത്തിലാണ്. ഈ ജൂണിൽ കൂടി 5 വയസ്സിൽ പ്രവേശനം. അപ്പോൾ ഈ ജൂണിൽ കൂടി 5 വയസ്സുള്ളവർക്ക് പ്രവേശനം കിട്ടും എന്നാണ് പറയുന്നത്. കുട്ടികളെ സംബന്ധിച്ച് ഗുണമാവോ അതോ ദോഷമാവോ? ഗുണകരമാവും. കാര്യം ഒന്ന്, അവർക്ക് കുറച്ചുകൂടി കുട്ടിക്കാലം കിട്ടും. ഈ പഠനത്തിന്റെ സമ്മർദ്ദത്തിലേക്ക് പോയില്ല. കുറച്ചുകൂടി അവർക്ക് കളിക്കാനും അംഗൻവാടികളും പ്രീ പ്രൈമറി സ്കൂളുകളിൽ ഇരിക്കാനുള്ളൊരു അവസരം കിട്ടും. 2026 ജൂണിൽ തുടങ്ങുന്ന അധ്യയന വർഷം മുതൽ സംസ്ഥാനത്തെ സ്കൂളുകളിലേക്ക് 1ാം ക്ലാസ്സുകളിൽ പ്രവേശനത്തിനുള്ള കുറഞ്ഞ പ്രായം 6 വയസ്സാക്കും. ഈ ജൂണിൽ ആരംഭിക്കുന്ന അധ്യയന വർഷം കൂടിയേ 5 വയസ്സുകാർക്ക് പ്രവേശനം അനുവദിക്കൂ. 2020 ദേശീയ വിദ്യാഭ്യാസ നയത്തിലെ ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഭാഗമായിട്ടാണ് ഈ തീരുമാനം വരുന്നത്. CBSEക്കും ഇത് ബാധകമാണ് എന്ന് പത്രം പറയുന്നു. സ്റ്റേറ്റ് സിലബസ് മാത്രമല്ല, CBSE-ക്കാരും. അതെ, ഇന്നത്തെ ദിവസത്തിന് പ്രാധാന്യം അറിയാലോ. പ്രാർത്ഥനാപൂർവ്വം ഇന്നിപ്പോ റംസാനിലെ 27ാമത്തെ രാവാണ് അല്ലേ? നമ്മളതാണ് ഈ നോമ്പ് കഞ്ഞിയുടെ ഒക്കെ വിശേഷം അതിലിങ്ങനെ കാണിച്ചു വരികയായിരുന്നു. ആണോ?
രാവിലെ മാത്രമല്ല പെരുന്നാളിനെ കുറിച്ച് സാനിയോ പെരുന്നാൾ ബിരിയാണി എന്നൊക്കെ പറയുന്നത് കേട്ടു. കുപ്പായം എടുക്കാനുള്ള തിരക്കിലാണ് പലരും. അപ്പൊ ഇന്ന് ആ കാഴ്ചകളൊക്കെ നമുക്ക് എത്തിക്കണം. അതെ, അതുകൂടി ഉണ്ടാവും. റോഷയുടെ ന്യൂസ് ബസ്സിലും ആ കാഴ്ചകളൊക്കെ കൊടുക്കാമെന്ന് തോന്നുന്നു. ഇന്നത്തെ ദിവസത്തിന്റെ പ്രാധാന്യം പെരുന്നാൾ അല്ലേ? പെരുന്നാൾ. റംസാനിലെ 27ാം രാവിൽ മക്കയിൽ കബയ്ക്ക് ചുറ്റും പ്രാർത്ഥിക്കുന്നവരുടെ ചിത്രം പത്രം ആദ്യ പേജിൽ നൽകുന്നുണ്ട്. വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ച ലൈലത്തുൽ ഖദർ, വിധി നിർണയ രാവ് എന്നാണ് പറയുക. ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കുന്ന റംസാനിലെ അവസാന പത്തിൽ അത്യപൂർവമായ തിരക്കാണ് ഹറം പള്ളിയിൽ അനുഭവപ്പെടുന്നത്. അതിന്റെ ചിത്രം കൂടി മനോരമ ആദ്യ പേജിൽ പങ്കുവയ്ക്കുന്നുണ്ട്. ഇതൊക്കെയാണ് മനോരമയിലെ പ്രധാനപ്പെട്ട വാർത്ത. മറ്റൊരു വാർത്തയുണ്ട്. കഠുവയിൽ ഇന്നലെ ഭീകരാക്രമണം നടന്നു. 3 പോലീസുകാർക്കാണ് വീരമൃത്യു സംഭവിച്ചത്. അല്ലെ, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നടക്കുന്നുണ്ട്. പക്ഷേ ഇത് കുറച്ചും കൂടി ഒരു കടുത്ത ഏറ്റുമുട്ടലായിട്ടുണ്ട്. മാത്രമല്ല അവരെ ഇതുവരെയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഭീകരരെ കണ്ടെത്താൻ 5 ദിവസമായി മേഖലയിൽ സുരക്ഷാ സേന വ്യാപകമായ തെരച്ചിൽ നടത്തി വരികയായിരുന്നു. ഇതിനിടയിലാണ് ഇപ്പോൾ ഈ വെടിയേറ്റിരിക്കുന്നത്. 3 ഭീകരർ ഇപ്പോഴും ഒഴിവിലാണ്. എന്തായാലും ഒരു ആശങ്കാജനകമായ സാഹചര്യമുണ്ട് എന്നാണ് പത്രം പറയുന്നത്. മനോരമ ഇന്ന് ആ ഒരു ആദ്യ പേജിൽ തന്നെ ഒരുപാട് വാർത്തകൾ കൊടുത്തിട്ടുണ്ട്, പ്രധാനപ്പെട്ട വാർത്തകളല്ല. പിന്നെ ഇന്നലത്തെ ദിവസം നമ്മൾ ഈ പറഞ്ഞതുപോലെ മുണ്ടക്കൈ ചുരുൾമലയായിരുന്നു നമ്മുടെയൊക്കെ എല്ലാവരുടെയും പ്രധാനപ്പെട്ട ഫോക്കൽ പോയിന്റ്. പിന്നെ നമ്മുടെ എമ്പുരാനായിരുന്നു. എമ്പുരാൻ വന്നു. എമ്പുരാൻ ഒരുപാട് വിവാദങ്ങളിലേക്ക് പോവുകയാണല്ലോ റോഷിനി. കാരണം ആ സിനിമ എന്ന് പറയുന്നത് അതിന്റെ ബുക്കിംഗ് മുതൽ തന്നെ ചർച്ചയായി തുടങ്ങിയതാണ്. അതെ, ഈ പത്രത്തിൽ ഞാൻ മനോരമയെ നോക്കുകയായിരുന്നു. എമ്പുരാനുമായി ബന്ധപ്പെട്ട വാർത്ത ഉൾപേജിലും നമ്മൾ കണ്ടിട്ടില്ല. പക്ഷേ മാതൃഭൂമിയിൽ ഉൾപേജിൽ ഈ എമ്പുരാന്റെ വാർത്ത കൊടുത്തിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് വരാം. ഒരു വാർത്തയുണ്ട് 3-ാമത്തെ പേജിലാണ്. എന്താണ് ആ വാർത്ത? എമ്പുരാനിലെ രാഷ്ട്രീയം കത്തുന്നു എന്നുള്ളതാണ് വാർത്ത. ആദ്യ പാരഗ്രാഫ് ഒന്ന് വായിച്ചാൽ നമുക്ക് പ്രേക്ഷകർക്ക് അത് എന്താ സംഭവം മനസ്സിലാവും. ഓക്കെ, ഞാൻ അതിലേക്ക് വരാം. ഈ റിലീസ് ചെയ്ത ദിവസം എമ്പുരാനെ ചൊല്ലി ഇടത് സംഘപരിവാർ അനുകൂലികൾ തമ്മിൽ സൈബർ പോര്. സിനിമയുടെ രാഷ്ട്രീയത്തെ അഭിനന്ദിക്കുന്ന കുറിപ്പുമായി മുൻ മന്ത്രി കോടിയേരി ബാലകൃഷ്ണന്റെ മകനും നടനുമായ ബിനീഷ് കോടിയേരിയാണ് ആദ്യം സമൂഹ മാധ്യമങ്ങളിൽ വിവാദത്തിന് തിരികൊളുത്തിയത്. എന്താണ് വിവാദം? തൊട്ടു പിന്നാലെ സംഘപരിവാർ അനുകൂലികൾ ചിത്രത്തിനെതിരെ രൂക്ഷാക്രമണം തുടങ്ങി. ബിനീഷ് തുടങ്ങി വെച്ചു. അതെ, പിന്നീട് അത് സംഘപരിവാർ ഏറ്റെടുത്തു. പലരും ഇന്നലെ പറയുന്നുണ്ടായിരുന്നു സംഘപരിവാറിൽപ്പെട്ട ആൾക്കാർ സിനിമ കാണാൻ ആവേശത്തോടെ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ മുഖത്തൊക്കെ മ്ലാനതയാണ്. പക്ഷേ കുറെ നല്ല ആളുകൾ ഇന്നലെ ഞാനുമായി സംസാരിച്ചു. സംഘപരിവാർ പശ്ചാത്തലമുള്ളവരാണ്. അത് സിനിമയല്ലേ, എം ടി രമേശും പറഞ്ഞു സിനിമയെ സിനിമ പോലെ കാണണം, ബഹിഷ്കരിക്കാനൊന്നും നമ്മളില്ല എന്ന എം ടി രമേശിന്റെ ആ സ്റ്റേറ്റ്മെന്റ് വളരെ സ്വാഗതാർഹമാണ് അല്ലേ. പിന്നെ മുൻപ് ഒരു സംഘപരിവാർ അനുകൂലിയായിരുന്ന സന്ദീപ് വാര്യറൊക്കെ ട്രോളിക്കൊണ്ട് പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ഫേസ്ബുക്കിൽ. അതൊരു കോമഡിയാണ്. അപ്പൊ നമുക്ക് ഇനി മാതൃഭൂമിയുടെ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കൂടി എത്താൻ തോന്നുന്നു അല്ലേ. പ്രധാന പേജിൽ നമ്മൾ ഈ പറഞ്ഞ വാർത്തകളല്ലാതെ മറ്റെന്തെങ്കിലും ഉണ്ടോ പ്രധാന വാർത്തയായി? പുടിൻ ഇന്ത്യയിലേക്ക് എന്ന് പറയുന്ന ഒരു ചെറിയ വാർത്ത. അത് വലിയ വാർത്ത തന്നെയാണ്, പക്ഷേ ചെറിയൊരു കോളമായിട്ട് ആദ്യ പേജിൽ മാതൃഭൂമി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ക്ഷണപ്രകാരം ഉച്ചകോടിക്കായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ത്യ സന്ദർശിക്കും. റഷ്യൻ വിദേശകാര്യമന്ത്രി സെർഗയി ലാവ്റോവ് അറിയിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു വാർത്ത. നേരത്തെ കഴിഞ്ഞ തവണ മോദി പുടിനെ കാണാൻ പോയ സമയത്ത് കൊടുത്ത ഉറപ്പാണ്. അതാണ് പ്രധാനപ്പെട്ട. മാതൃഭൂമിയിലെ ലീഡ് വാർത്ത എന്താ? നമ്മൾ പറഞ്ഞ ആ ഒരു മനോരമയിലെ ദൃശ്യം കണ്ടല്ലോ, അപ്പൊ അത് തന്നെയാണ് സാർ പറഞ്ഞ പോലെ പ്രധാനപ്പെട്ട ഒരു വിശേഷം ഇന്നലെ അത് തന്നെയായിരുന്നു. അപ്പൊ അതിന് കൊടുത്ത തലക്കെട്ടാണ് ഞാൻ ശ്രദ്ധിക്കുന്നത്. പിറക്കുന്നു ഒരു നാട് എന്നാണ്. നല്ല തലക്കെട്ടാണ് അല്ലേ. ഒരു വൈകാരികമാണത്. കാരണം ഇന്നലെ മുഖ്യമന്ത്രി ആ പ്രസംഗത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇത് കേരളത്തിന്റെ തനതായിട്ടുള്ള അതിജീവനം എന്നാണ്. കേന്ദ്രത്തെ കുത്തിയാണ് പറഞ്ഞതെങ്കിലും ആ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് അങ്ങനെയാണ്. അതുകൊണ്ട് ഒരുമിച്ച് നിന്ന് ഒരു നാട് കൈകോർക്കുന്നു എന്നതിന്റെ ഒരു ചിത്രമാണ് അല്ലേ. അതെ, എല്ലാവരും ഒരുമിച്ച് നിന്ന് ഉള്ള ഒരു ഫോട്ടോയും കൊടുത്തിട്ടുണ്ട്. എല്ലാ നേതാക്കന്മാരും ഉണ്ട്. അതിൽ ഒരുമയുടെ കരുത്താണിത് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞൊരു വാചകം അവർ കോട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതെ, എനിക്കൊരു താഴെ അടിഭാഗത്തൊരു വാർത്ത കൂടി വന്നിട്ടുണ്ടല്ലോ, മനോരമയിൽ ഇല്ലാത്ത മറ്റൊരു വാർത്ത. നാട്ടില് അല്ല, ഏറ്റവും താഴെ ഇതാണല്ലേ, നാട്ടിലിറങ്ങിയാൽ വെടിവെക്കാമെന്ന് കേന്ദ്രമായി. അതൊരു പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് കേട്ടോ. കാരണം ഈ പന്നികളെ, വന്യമൃഗങ്ങളെയുമായി ബന്ധപ്പെട്ടിട്ട് വലിയ പ്രശ്നം സംസ്ഥാനത്ത് വായിച്ച കർഷകർക്ക് ആശ്വാസം. അതെ, തീർച്ചയായും. നമ്മൾ ഈ ജനവാസ കേന്ദ്രങ്ങളിൽ ഇറങ്ങി മനുഷ്യർക്കും കാർഷിക വിളകൾക്കും ഭീഷണിയാകുന്ന ഷെഡ്യൂൾ 2-ൽപ്പെട്ട കാട്ടുപന്നി അടക്കമുള്ള വന്യമൃഗങ്ങളെ വെടിവെക്കാൻ പഞ്ചായത്തുകൾക്ക് അധികാരം നൽകിയിട്ടുണ്ടെന്ന് വനം മന്ത്രി ഭൂപേന്ദ്ര യാദവ്. ഇക്കാര്യത്തിൽ വനംവകുപ്പ് ജീവനക്കാർക്ക് കേസെടുക്കാനാവില്ലെന്നും അത് കേരളത്തിലെത്തി പറയാമെന്നും മന്ത്രി വ്യക്തമാക്കിയെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇന്നിപ്പോൾ മനോരമയിലും മാതൃഭൂമിയിലുമുള്ള പ്രധാന വാർത്തകൾ. നമുക്ക് ഒറ്റ മിനിറ്റ് കൊണ്ട് ബാക്കി കാര്യങ്ങളൊന്ന് അവസാനിപ്പിക്കണം. ദേശാഭിമാനിയിൽ ചങ്കുറപ്പ് എന്ന തലക്കെട്ടോടു കൂടിയാണ് ഈ മുണ്ടക്കൈ ചുരുൾമലയിലെ വാർത്ത പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ബഹിരാകാശത്ത് നിളയിൽ നിന്ന് കേരളത്തിലേക്ക് ഒരു സിഗ്നൽ എന്നൊരു സ്റ്റാർട്ടപ്പ് വിജയഗാഥയുണ്ട്. ഞാനത് പ്രേക്ഷകരോട് പറയാൻ വഴിയേ. അത് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്. ഹിന്ദുവിലേക്ക് എത്തിയാൽ പ്രധാന വാർത്ത, US താരിഫ്, ഒപ്പോസിഷൻ സ്ലാം സെന്റർ
senators in action. How will government tackle the issue? Ask Rajya Sabha members. Chidambaram seeks discussion in parliament. Finance minister says recent reductions in duties are not in response to Trump's announcements. അതായത് ട്രംപ് ഈ തീരുവ യുദ്ധം പ്രഖ്യാപിച്ചില്ല. അതൊക്കെ ഇന്ത്യ എങ്ങനെയാണ് നേരിടാൻ പോകുന്നത്? ഇന്ത്യൻ സർക്കാർ അതിൽ നിഷ്ക്രിയമാണ് എന്നതാണ് ഇന്നലെ രാജ്യസഭയിൽ നമ്മൾ കണ്ടത്. മാത്രമല്ല ഈ കാനഡയും യുഎസും തമ്മിലുള്ള ഒരു തന്നെ വലിയ പ്രശ്നങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം കൂടി. അതെ, ട്രംപ് ലെവീസ് 25% താരിഫ് ഓൺ ഇമ്പോർട്ടഡ് കാർസ്. അപ്പോൾ ഇന്ത്യയിൽ നിർമ്മിക്കുന്ന കാറുകൾ അമേരിക്കയിൽ കൊണ്ടുപോകണമെങ്കിൽ 25% അധിക നികുതി അടയ്ക്കേണ്ടി വരും. അല്ലെ, ചതിയായി പോയി. പക്ഷേ ഇന്ത്യയിൽ ഇപ്പം നമ്മുടെ മാരുതിയാണ് ഏറ്റവും കൂടുതലായിട്ട് ഇന്ത്യയിൽ നിർമ്മിക്കുന്ന കാറുകൾ ഇരുന്നു, പിന്നെ നമ്മുടെ മഹീന്ദ്രയും. ഇതൊക്കെ അവിടേക്ക് ഇറക്കുമതി ചെയ്യുമ്പോൾ സ്വാഭാവികമായും വലിയ താരിഫ് ഉണ്ടാവുന്നു എന്നുള്ളതാണ്. ഇതൊക്കെയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത്. റോഷി എമ്പുരാൻ കാണാൻ പോകുന്നുണ്ടോ? എമ്പുരാന് ടിക്കറ്റ് കിട്ടിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷേ കാണും. ഒരു 2 ദിവസം ഈ ഒരു ഹൈപ്പ് ഒന്ന് കഴിഞ്ഞ് തിയേറ്ററുകളൊക്കെ ഒന്ന് ശാന്തമാവട്ടെ, എന്നിട്ട് നന്ന് സമാധാനമായി കയ്യിലൊരു പോപ്കോണൊക്കെ പിടിച്ച് ഒന്ന് ആസ്വദിച്ച് കാണണം. അപ്പൊ ഗംഭീരമായി കണ്ടുവരിക. ഞാനപ്പോ ഈ മണിക്കൂറിലെ പ്രധാനപ്പെട്ട വാർത്തകൾ പ്രേക്ഷകരെ ഒന്ന് അറിയിക്കാം. അപ്പൊ താങ്ക് യു റോഷി.